നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന റോയൽ ഡോൾഫിൻ കണ്ടോ, സൂപ്പർ കളറാണേ. മാത്രമല്ല ഇതിൻ്റെ ലീഫ് വെറിഗേറ്റഡ് ലീഫാണ്, ഇച്ചിരി യെല്ലോയിഷ് കളർ ചേർന്ന ഒരു കളറും കൂടെയാണേ. പൂക്കളില്ലാത്തപ്പം പോലും ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഈ ചെടിയിൽ നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ റെഡ് കളറിലെ ഫ്ലവറാണ്, പൂക്കൾക്ക് നല്ല വലിപ്പം കൂടെയാണേ. പെപ്പി ഫ്ലോറയുടെ പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്ന നല്ല സൂപ്പർ കളറാണ്, നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണേ. ഗുഡ് മോർണിംഗ്. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്ന ഈ ഹൈബ്രിഡ് വെറൈറ്റി ചെടികളെ നമ്മൾ എങ്ങനെയാണ് റീപോർട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്കറിയാം ഈ ചെടികളെയൊക്കെ നമ്മൾ പാക്ക് ചെയ്താണല്ലോ അയക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെടി പിന്നെ അങ്ങനെ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഒക്കെ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഫ്രഷായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, ചിലപ്പോൾ ഇലകളൊക്കെ ഒന്ന് വാടിയിരിക്കും. ഞാനിവിടെ പാക്ക് ചെയ്യാറുള്ളത് പിന്നെ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് കളയാതെ അതിനെ കൊക്കോപ്പിറ്റും കൂടെ ഒക്കെ വെച്ച് റെഡിയാക്കി നല്ല പാക്കിങ്ങിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആ ചെടി പാക്ക് അയച്ചിട്ട് നമ്മൾ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കാതെ മേൽമണ്ണും നല്ല വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിലോട്ട് നമ്മൾ ചാണകപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല. ആദ്യം കൊടുക്കുവാണെങ്കിൽ തന്നെ നമ്മളൊരു ചെറിയ അളവിൽ ചാണകപ്പൊടി മാത്രം കൊടുത്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ നല്ലൊരു പോട്ടി മിക്സ്, നല്ല ലൂസായിട്ടുള്ള മണ്ണായിരിക്കണേ. ആ പോട്ടി മിക്സിൽ നമ്മൾ സൂഡോമോണസ് ഒരു 1/4 സ്പൂണെങ്കിലും നമ്മൾ ചേർക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഒരു 1/2 സ്പൂൺ സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് നമ്മൾ അതിലേക്ക് നമ്മൾ നനച്ചു കൊടുക്കണം. ചെടി നനച്ചു കൊടുക്കാനായിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. ഒരാഴ്ചയോളം ഉണ്ടല്ലോ നമ്മൾ ആ ചെടീനെ വലിയ വെയിലത്ത് വെക്കാതെ ചെറിയ തണലത്ത് നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ വാട്ടർ മെലൺ കിസ് കണ്ടോ, നിറയെ മുട്ടുകളുമായിട്ട് ഇത് വീണ്ടും എല്ലാം പൂക്കൾ വിരിഞ്ഞു വരുവാണേ. നമ്മുടെ ചെടിയിലെല്ലാം ഇപ്പോഴും നിറയെ പൂക്കളാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത ചെടിയെ പെട്ടെന്ന് കൊണ്ട് വെയിലത്തോട്ട് വെക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്, പെട്ടെന്ന് തന്നെ കൊണ്ട് വെയിലത്തോട്ട് വെക്കും. നമുക്കറിയാം ഒരു ഗാർഡനിൽ നിന്ന് അടുത്ത ഗാർഡനിലോട്ട് ഇതിനെ നമ്മൾ പിന്നെ മാറ്റി നടുക. മാത്രമല്ല ഇത് ഇത്രയും ട്രാവൽ ചെയ്ത് ഇങ്ങനെ ജാമായിട്ട് ഇരുന്നിട്ടാണ് ആ ചെടി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ തന്നെ ആ ചെടിക്ക് നല്ലൊരു റെസ്റ്റ് വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ തണലത്തോട്ട് വെക്കുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്, നമ്മൾ കൂടുതലായിട്ട് വെള്ളം കൊടുക്കരുത്. എല്ലാ ദിവസവും നമുക്ക് വെള്ളം കൊടുക്കാം, പക്ഷേ ചെറിയൊരളവിൽ മാത്രം കൊടുക്കുക. അപ്പോൾ ചെടിയുടെ ചുവട് നല്ലതായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഫൈറോപ്പാലിൻ്റെ പ്ലാന്റ് കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അതിൻ്റെ പൂക്കൾ കാണാൻ. സൺറൈസ് വൈറ്റ് കണ്ടോ, നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ്, നല്ല വൈറ്റ് കളറിലെ പൂക്കളാണ്. അപ്പം നിറയെ മുട്ടുകൾ വന്ന് നിറയുന്ന കണ്ടോ. ഒരു സെക്ഷൻ പൂക്കൾ കഴിഞ്ഞ ഉടനെ അടുത്ത പൂക്കൾ ഇതുപോലെ മുട്ടുകളുമായിട്ട് നിറയുന്ന ഒരു പ്ലാന്റാണ് സൺറൈസ് വൈറ്റ്. നമ്മുടെ ഇമ്പീരിയൽ തായ് ഡിലൈറ്റ് കണ്ടോ, റെയർ പ്ലാന്റാണ് ഇതൊക്കെ. എന്ത് ഭംഗിയുള്ള പ്ലാന്റാന്ന് നോക്കി, നിറയെ പൂക്കുന്നതാണ്. ഇത് വിടർന്ന് വരുമ്പോൾ പൂക്കൾ വിടർന്ന് വരുമ്പോൾ വൈറ്റ് കളർ തന്നെയാണ്, പിന്നെ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കയറി വരും. മുല്ലമുട്ട് പോലെ പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് ഗ്രീൻ ആപ്പിൾ. നമ്മുടെ മജന്ത ബ്യൂട്ടി കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി ഈ ചെടി കാണാൻ. ഇതിന് പൂക്കളുണ്ടല്ലോ കുറേ ദിവസം നിൽക്കും. എന്നാലും ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിൽ ഇങ്ങനെ കൊലകൊലയായിട്ടാണ് ഇതിന് പൂക്കളുണ്ടാവുന്നത്. ഇതിലിങ്ങനെ നിറഞ്ഞ് പൂക്കളാണ്. ഈ ചെടി നമുക്ക് നിലത്തും വളർത്താം. ഞാനിത് നിലത്താണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയ തിരഞ്ഞെടുത്ത് നിലത്ത് നട്ടുപിടിപ്പിച്ചാൽ മതി. ഇത് നല്ല ബുഷായിട്ട് വളർന്നു വരും. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ തന്നെ വൈറ്റ് കണ്ടോ, വൈറ്റ് ബ്യൂട്ടി, അതിനും ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന നല്ല സൂപ്പർ പ്ലാന്റാണ്. അതേ കണ്ടോ, ഫുള്ള് തണ്ടിൽ ഫുള്ള് പൂക്കളാണ്. ഇത് നമ്മൾ നിലത്താണ് നട്ടേക്കുന്നത്. ഇതും അതിൻ്റെ തന്നെ വൈറ്റാണേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ 21 ജൂവൽസ് പീച്ചാണ്. ഇതിലിങ്ങനെ പൂക്കൾ വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യത്തെ സെക്ഷൻ പൂക്കളെല്ലാം പോയി കഴിഞ്ഞിട്ട് വീണ്ടും പൂക്കൾ നിറയുന്ന ഒരു കാഴ്ചയാണ്. കണ്ടോ, നിറച്ച് പൂക്കളുണ്ടാകും. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ എൻ്റെ പൂക്കൾ കാണാൻ. ഫോർമോസയുടെ ഒരു പ്ലാന്റാണ് ഇത്. കണ്ടോ, ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും. നിറയെ പൂവിടുന്നതാണേ. നല്ല ഈ ഫോർമോസയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകൾക്ക് തീരെ കനം കുറവാണ്, ചെറിയ തണ്ടുകളാണ്. ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ ഇതുപോലത്തെ പ്ലാന്റുകൾ ബെസ്റ്റാണ്. കണ്ടോ, നല്ല പർപ്പിൾ കളറിൽ കണ്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പിൽ. അപ്പം നമ്മൾ ഇന്ന് കോംബോ ഒന്നും വിൽക്കുന്നില്ല. 21 ജൂൾസിൻ്റെ യെല്ലോ കണ്ടോ,
യെല്ലോയും ക്രീമും എല്ലാം കൂടെ ഉള്ളൊരു കളറാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. നല്ല സൂപ്പർ പ്ലാന്റ്. ഇതാണ് നമ്മുടെ ഫോർമോസയുടെ പർപ്പിള്. നല്ല ഭംഗിയില്ലേ കാണാൻ? നിറഞ്ഞു പോകുന്ന ഒരു ചെടിയാണേ. കണ്ടോ? മഹാറായുടെ പിങ്കാണേ. കട്ട പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. നിറഞ്ഞു പൂക്കും. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതുപോലത്തെ ഒരു ചെടിയൊക്കെ നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ സൂപ്പറാണ്. മഹാറായുടെ പീച്ചാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത്. അത് 4 കളറൊക്കെ വരുന്നതാണ്. പക്ഷേ ഇത് സിംഗിൾ കളറാണ്. ഇതുപോലെ പിങ്കിൻ്റെ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇതുണ്ടല്ലേ കയേറ്റയുടെ പീച്ചാണേ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നിറഞ്ഞു പൂക്കുന്നതാണ് കയേറ്റയുടെ പ്ലാന്റൊക്കെ. ഇതിൻ്റെ ഇലകളും ഒരു പ്രത്യേകതയുണ്ട്. കണ്ടോ കുഞ്ഞു കുഞ്ഞു ഇലകളാണ്. പൂക്കളും അതുപോലെ നല്ല സ്റ്റാർ പോലെ നിൽക്കുന്ന പൂക്കളാണ്. ചെറിയ ചെറിയ പൂക്കളാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഈ ചെടികൾ പല കളറുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. അതുപോലെ നമ്മുടെ റൂബി റെഡ് കണ്ടോ, ഇത്ര ഭംഗിയുള്ള ചെടിയാന്ന് നോക്കി. ഇതിൽ ഇല കാണാനേ ഇല്ല. ഇല അങ്ങേ ഉള്ളൂ, പൂക്കളാണ് കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്. കണ്ടോ ഇങ്ങനെ പൂക്കൾ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ റൂബി റെഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. നല്ല ബീട്രൂട്ടിൻ്റെ കളറാണ് ഈ ചെടിക്ക്. അപ്പോൾ ഇതിൻ്റെ തൈകൾ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഈ റൂബി റെഡൊക്കെ അവൈലബിൾ ആണേ. ഇതാണ് നമ്മുടെ ഫോക്സ് ടെയിൽ. ഇതൊരു മിറക്കിൾ പ്ലാന്റ് എന്നൊക്കെ തന്നെ പറയാം. ഇതിൻ്റെ ഒരു കളർ കണ്ടോ, ആദ്യം പൂവായി വരുമ്പോൾ ഉള്ള കളർ ഇത്. പിന്നെ കണ്ടോ പീച്ച് വരും, പിങ്ക് വരും, അങ്ങനെ ഒരു 3 കളറാണ്, ട്രൈ കളറാണ്. 3 കളറിൽ പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണേ. അത് തന്നെയല്ല, ഇതിൽ ആദ്യം ഒരു സെക്ഷൻ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത പൂക്കൾ നിറഞ്ഞ് ഇതിൽ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് പൂക്കളുണ്ടാവും. മഴക്കാലത്തും പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണേ. തിമാട പ്ലാന്റ് കണ്ടോ, ലീഫ് കാണാൻ നല്ല ഭംഗി. കണ്ടോ അതുപോലെ തന്നെയാണ് പിങ്കും വൈറ്റുമാണ് ഇതിലെ പൂക്കളെ. കണ്ടോ പൂക്കളില്ലാത്തപ്പോഴും ഇങ്ങനെയുള്ള ചെടികൾ വളർത്തിയാൽ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഹവായ് വൈറ്റ് കണ്ടോ എന്ത് സൂപ്പറാന്ന് നോക്കി. നമ്മുടെ ചില്ലിയുടെ വൈറ്റ് കണ്ടോ നോക്കി. അതും ഈ പറഞ്ഞതുപോലെ മുല്ലമുട്ട് പോലെ മുട്ടുകളിങ്ങനെ നിറഞ്ഞ് കണ്ടോ നല്ല സൂപ്പറാണ്. നിറച്ച് പൂക്കളും മുട്ടുകളും ഉണ്ടാകുന്നു നിറയുന്ന ചെടിയാണ്. നിറയെ പൂക്കളുണ്ടാവും ഈ ചില്ലിയുടെ വെറൈറ്റിയൊക്കെ. ചില്ലി സൺറൈസ് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതാണ് നമ്മുടെ സിംഗപ്പൂർ പിങ്ക്. നല്ല സൂപ്പർ കളറാണ് നോക്കി. സിംഗപ്പൂർ പിങ്ക് നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് സിംഗപ്പൂർ പിങ്ക്. പിങ്കിൻ്റെ ഒരു സൂപ്പർ കളറാണ്. നമ്മുടെ ചെടിയൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ പോലും നമ്മൾ ഡയറക്റ്റ് കൊണ്ട് സൺലൈറ്റ് വെക്കരുത്. അപ്പോൾ നമ്മുടെ ആ വീടും അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മുടെ ചെടി ഒന്ന് ഇണങ്ങി വരണം. അതുവരെ നമ്മൾ തണലത്തൊക്കെ വെച്ച് അതിന് ചെറിയ അളവിൽ വെള്ളമൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് പരിപാലിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചെടി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയേ. ചില്ലിയുടെ പിങ്കും ഉണ്ടോ, ചില്ലിയുടെ പിങ്കാണ്. അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്ന പ്ലാന്റുകളൊക്കെ നിങ്ങൾ അതുപോലെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകത്തില്ല. അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ 21 ജൂൾസ് പിങ്ക് ഉണ്ടോ.